തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യു ആർ വാച്ചിങ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അപ്പൊ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം കാര്യക്കാർ നസീർക്ക സ്വാഗതം, ടിനിച്ചേട്ടാ, ഷാജേട്ടാ, എല്ലാവർക്കും 3 പേർക്കും വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓഡിയൻസ് ആയി എത്തിയിരിക്കുന്നത് പൊന്നാനി എരമംഗലത്തിലെ മാതൃസമിതി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. അപ്പോൾ അമ്മമാരെ നമസ്കാരം, ആൻഡ് എല്ലാ ഫാമിലി മെമ്പേഴ്സും വെൽക്കം കേട്ടോ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ആദ്യത്തെ സ്കിറ്റ് ഇങ്ങോട്ട് വെൽക്കം ചെയ്ത് കളയാം. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മനു കുമാരി, ശ്രീജു ആൻഡ് ദീപു. നമസ്കാരം. 24 എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച വാർത്ത. തിരുവല്ല പുളിക്കീഴ് ജവാന്റെ ഗോഡൌണിന് തീപിടിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. വിവരമറിഞ്ഞ കൂട്ടത്തോടെ ജനഹൃദയങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമേ ഇതെങ്ങോട്ട്, ബിവറേജ് ഇതെങ്ങോട്ട് എന്ന ഒരേ ഒരു സ്വരത്തോടുകൂടി ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. വാർത്തകൾ കാണാം 24-ൽ. ഹലോ, എന്റെ പൊന്ന് സാറ്, ഇവിടെ തീ പിടിച്ചിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന് തീ അണച്ചോണ്ടിരിക്കുക. സാറേ, ആരാണ് പറഞ്ഞത് കേരളത്തിലെ സാധനം അടിച്ചാൽ കത്തൂലെന്ന്? ഗോഡൌണിലോട്ട് വന്ന് നോക്ക്, നിന്ന് കത്തുവാ മൊത്തത്തില്. ഞാൻ എവിടെ വന്നോ? ഞാനിവിടെ പിറകലത്തെ ഗേറ്റിന് എവിടെ, ഫ്രണ്ടിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണല്ലോ. ഈ ഗേറ്റ് വഴി ആരും ചാടി അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാവൽ നിൽക്കുക സാറേ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി ശരി. അവിടെ തീയാണ്. ആ മദ്യമുരുകുന്ന തീയിൽ എനിക്ക് ബന്ധുവെണ്ണീറാകാൻ ഒരു അവസരം തരൂ. അങ്ങോട്ട് പോകല്ലേ. ആ മദ്യമുള്ള തീയിൽ എനിക്ക് കിടന്നൊഴുകണം. അവിടെ മൊത്തം തീയാണ്, അങ്ങോട്ട് പോകരുത്. അങ്ങനെ പറയരുത്. എന്റെ മദ്യ ദൈവങ്ങളെ, ഞാനിതൊക്കെ സഹിക്കൂ. ചെയ്യൂന്ന് പറ. എപ്പോഴായിരുന്നു? അരമണിക്കൂർ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചായിരുന്നു. ഒരാളെ വിളിച്ച് അങ്ങോട്ട് വച്ചേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ട് പോലും കളഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റ് കൊടുത്തോണ്ടാ ഞാൻ. ആത്മാർത്ഥത. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഹെർക്കുലീസ്. മദ്യമെന്ന് പറഞ്ഞാ ചാകുന്നൊരുത്തൻ. അവനിതറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന്. അയ്യോ, ഹെർക്കുലീസ് വരുന്നേ, ഹെർക്കുലീസ് വരുന്നേ. സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ, ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാം. കേട്ടതൊന്നും സത്യമായിരിക്കരുതേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറ, ഞാൻ വിശ്വസിക്കണോ? എല്ലാം പോയടാ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് കണ്ടോട്ടെ. കാണാൻ മാത്രം ബാക്കി ഒന്നുമില്ല നീല. എല്ലാം കത്തി നശിച്ചു. നിനക്കത് കാണാനുള്ള താങ്ങ് ശക്തിയും ഇല്ലടാ. എടാ, ആ സമയത്ത് ആരുണ്ടായിരുന്നു ഇവിടെ? ഈ സെക്യൂരിറ്റി. നീ എവിടെ പോയി കിടന്നടാ ആ സമയത്ത്? ഞാനല്ലത് കത്തിച്ചത്. ചിലപ്പോ സർക്യൂട്ട് വല്ലതുമായിരിക്കും. നീ സർക്യൂട്ടിന് പോയ സമയത്തായിരിക്കും ഇതാരെങ്കിലും വന്ന് കത്തിച്ചത്. ഷോർട്ട് സർക്യൂട്ട് വന്ന് കത്തിയതായിരിക്കും. നമ്മളടുത്ത് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലേടാ. നമ്മളിവിടെ മെനക്കെട്ട് വന്നിരിക്കുവരുത്തല്ലേടാ. ഞാനെന്ത് വെള്ളം കോരിയാണേടാ. അടയ്ക്കാം. എനിക്കറിയാമോ, ഞങ്ങൾ ഒരിക്കലും കുടിയന്മാരല്ല. സർക്കാരിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സംഭാവനയാണോ നിന്റെ ശമ്പളം? എന്നിട്ടും കണ്ണിൽ എന്നെ ഒഴിച്ച് കാക്കേണ്ട സാധനം നീ കത്തിച്ച് കളഞ്ഞിട്ടാണ്. അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്തല്ലോ. എന്റെ നെഞ്ചത്തൊന്ന് കയറാൻ. അവന്റെ കാര്യം നിനക്കറിയാമോ? അയ്യോ, എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതിയെ. അവനും അവന്റെ അച്ഛനും കൂടെ വീട്ടിൽ TV കണ്ടോണ്ടിരുന്ന സമയത്താണ് അവനിതറിയുന്നത്. എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതിയെ എനിക്ക് സഹിക്കാൻ കരയല്ലേടാ, കര. ഈ ന്യൂസ് കേട്ടതും അവന്റെ അച്ഛൻ ബോധം കിട്ടു താഴെ വീണു. അതിനവൻ കരഞ്ഞില്ലല്ലേ? ബിവറേജ് കത്തി. എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ,
അവന്റെ അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയാണ് അവൻ ഈ ബിവറേജിൽ തീ അടയ്ക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. അതാണ് അവന്റെ ഉത്തരവാദിത്വം. അവനോടാണ് നിങ്ങൾ ഈ ചതി ചെയ്തത്. ഇത് ഞാൻ ചെയ്ത ചതിയല്ലല്ലോ, ഷോർട്ട് സർക്യൂട്ട് വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. പിന്നെ എന്റെ മണ്ടയ്ക്ക് ഒന്ന് കയറുന്ന എന്തിനാ? നിനക്കറിയാമോ, എല്ലാ ബിവറേജിലും എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്, ജവാൻ മദ്യം സ്റ്റോക്കില്ല. ഇനി മുതൽ എഴുതി വെക്കാൻ പോകുന്ന വാചകം എന്താണെന്ന് അറിയാമോ? എന്താ? ജവാൻ മദ്യം ഇനി ഒരിക്കലും സ്റ്റോക്കില്ല. കൊല്ലല്ലേടാ, കൊല്ലല്ലേ. അച്ഛൻ ആശുപത്രി കൊണ്ടുപോയില്ലേ? അവിടെ നിന്ന് വിളിക്കണ്. എടുക്കണം. ഹലോ, അച്ഛൻ ഗ്ലൂക്കോസ് എടുക്കുന്നില്ലെന്ന്. ഗ്ലൂക്കോസ് എടുക്കുന്നില്ലേ? പിന്നെന്തോ വേണ്ട അച്ഛന്? പകരം ജവാൻ വേണോന്ന്. അയ്യോ, അവന്റെ അച്ഛന് ജവാൻ മദ്യം വേണമെന്നാ പറയുന്നത്. ഇനി എന്ത് ചെയ്യൂ? എനിക്കറിയാം അയ്യേ. ഫയർഫോഴ്സ് ഒന്ന് തീ അണച്ചോണ്ടിരിക്കുക. ഇപ്പൊ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഒരു കുപ്പി പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തു തരാൻ എനിക്ക് നിവർത്തിയില്ലെന്ന്. ഇവിടെ കുപ്പിയില്ലേ? കത്തിപ്പോയില്ലേ? എല്ലാം കത്തിയാ? എല്ലാം കത്തി. ദൈവമേ, ഫുള്ളും കത്തി എന്നാണ് ഇവൻ പറയുന്നത്. ഒരു പൈന്റെങ്കിലും അവിടെ കാണുമെങ്കിൽ എടുത്തു തന്നിരുന്നത് ഞങ്ങൾക്ക് കൊണ്ടടിക്കാൻ. ഇല്ലെന്ന് പറയുമ്പോ ഇല്ലെന്നാണ് പറയുന്നത്. എടാ, ഇനി എന്ത് ചെയ്യൂടാ? രക്ഷാപ്രവർത്തനം ഞാൻ പോവും. നമ്മൾ ചെയ്യേണ്ട അതാണ്. ഞാൻ ചെയ്യോടാ അളിയ. അളിയ ചെയ്യണോ? അളിയ ഞാൻ ചെയ്യടാ. അങ്ങോട്ട് പോരുത്, തീയാണ്. മാറാ, നീ പോയിട്ട് വേടാ. ഞാൻ പോവും. ഇവരെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുവരൂടാ. നീ പൊക്കോ. അളിയന് എടാ, എന്തുവാണോ ഇതിന്റെ പേര്? വിദേശ മദ്യശാല. വിദേശ മദ്യശാല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സായിപ്പ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നാടാ? ഞങ്ങൾ സ്വദേശികൾ മാത്രമേ രക്ഷാപ്രവർത്തനം വന്നിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ സ്നേഹം. ദാ, രക്ഷാപ്രവർത്തനം എന്തായി? കിട്ടി. കേറി വാളിയാ. എത്ര തീ പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ നമുക്ക് മദ്യം കിട്ടിയിരിക്കും. മുത്താണളിയാ. കണ്ടാ, സാധനം കിട്ടിയത് കണ്ടാടോ? സെക്യൂരിറ്റി. ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ലല്ലേ? ഞാൻ അവിടെ തപ്പിയിട്ട് കിട്ടി. പോയി തപ്പിയായിരുന്നല്ലേ? പിന്നെ എനിക്കെന്തോ ജോലി ഇവിടെ? ഇതിപ്പോ ഞങ്ങൾ അടിക്കാൻ പോവാ. എനിക്കൊരുന്നാ ഞങ്ങൾ അടിക്കാൻ കണക്കുണ്ടെന്ന് ബുക്കിൽ കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്ന്. നിന്റെ ബുക്ക് എവിടെ? അത് കത്തിപ്പോയി. എന്നാ പിന്നെ ഒറ്റ ഊഞ്ഞാലട്ടം വെച്ചോടി. ഇത് ഞങ്ങൾ അടിക്കാൻ പോകും. അളിയാ, താഴത്ത് വീഴ്ത്തരുത്, ചിലപ്പോ തീ ഇങ്ങോട്ട് വരും. ഒരു തുള്ളി എനിക്ക് കൊടുത്താണ്. നിനക്ക് തരത്തില്ല. ഒരു തുള്ളി താടാ. ഞങ്ങൾ അടിക്കാൻ പോവാം. ഒരു തുള്ളി താടാ. കുറച്ചടിക്കാവുള്ളേ, മൊത്തം അടിക്കരുത്. ഇപ്പൊ പറ, ഉള്ളിൽ കുറച്ചെങ്കിലും ഒരു വിഷമം തന്റെ മനസ്സിൽ വരുന്നില്ലേടോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചേരെ. ഇതെന്റെ തെറ്റാ, എന്റെ തെറ്റാ. ഞാൻ ശ്രദ്ധിച്ചില്ല. മനസ്സിലായി? അളിയ, അതെ, സഹായിക്കണം. വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായവും നമ്മളെ ഭാഗത്തുനിന്ന് അതെ. എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യ. 10-30 കോടി വേണം ഇനി ഇതുപോലൊരെണ്ണം കെട്ടിപ്പോക്കാൻ. അതെ, ഞാൻ എവിടെ പോയി 30 കോടി ഉണ്ടാക്കാനാ? ധൈര്യമായിട്ടിരി. ഉണ്ടാക്കി തരും. ഉറപ്പാണോ? അളിയ, ഒരു പിരിവെടുത്ത് പിരിവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഉണ്ടാക്കും. അണ്ണൻ നമ്മൾ സഹായിക്കണം. സഹായിക്കോളിയാ. സഹായിക്കും. അളിയാ, പിരിവെടുക്കാം. അതിന് മുമ്പോട്ട് അളിയന സാഹസികത അങ്ങ് ചെയ്യളിയാ. അതെല്ലാം ഞാൻ ചെയ്യുമല്ലോ. മ്യൂസിക് പ്ലീസ്. ഉണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടിയന്മാരെ കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു സഹായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ സാഹസികമാണ് ഹെർക്കുലിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഞാണിന്മേ കളിയിലൂടെ നമ്മുടെ ഹെർക്കുലിസ് ഇവിടെ ഹെർക്കുലിസിന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ ജനങ്ങളാണ്. പിടിക്കളിയാ. ദാരുണമായ സംഭാവന. നിന്റെ തളത്തോടുപ്പിൽ നൊമ്പരങ്ങൾ പാടാഞ്ഞ നൊമ്പരങ്ങൾ പാടാ. സരസമ്മാക്കേ, അക്കച്ചിയുടെ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയല്ലേ ഇത് കത്തിപ്പോയ കാര്യം. ഒരു പെക്കടിച്ചെന്നെ ക്രിക്കറ്റ് കുത്തിയ ആളാണ്. അപ്പൊ ഇത് കത്തി നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അക്കച്ചി, ഇവരൊക്കെ തൊഴിലുറപ്പിന്റെ പൈസ ഒന്നും തോന്നിട്ട് എല്ലാരും അയ്യോ, നമ്മളെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഏറ്റവും കൂടുതൽ വിഷമുള്ള ആളാണ് അടുക്കിയിരിക്കുന്നത് എനിക്കറിയാം. ഒന്നുറക്കെ കരയണമെന്നില്ലേ? ആ മനസ്സിന്റെ വിങ്ങിൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നൊച്ചത്തി കര. അപ്പോ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഭാവന ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജവാൻ, ജയ് കിസാൻ. നിങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കുപ്പി എടുത്തോണ്ടെന്ന് യവന് നമുക്ക് പൊന്നാട് ഇടണം. പൊന്നാടാ? യവന് പൊന്നാടിട്ട് കൊടുക്കണം. ഇവന് ഞാൻ പൊന്നാട. വേണ്ട. ഇവന്
ഞാൻ പൊന്നാട നല്ലൊരു കൈ, നല്ല കൈയ്യടി കൊടുക്കണം. നല്ലൊരു പൊന്നാട അവന് കിട്ടിയിരിക്കുന്നു. ആ പൊന്നാട അടിച്ച എന്നെ തിരിച്ചു പൊന്നാട അടിക്കും. തിരിച്ചു പൊന്നാട അടിക്കും. അല്ല പിന്നെ ഞാനിവിടെ തുണിയില്ലാന്ന് കളിക്കത്തില്ല. ചിലപ്പോ ഇത് ഇടിച്ചത് കളയും, ശരിയാത്തില്ല. അപ്പൊ വമ്പം പിരിവായിരുന്നു കേട്ടോ ഇത്. തൊഴിലുറപ്പിലേക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ടോ? എല്ലാം 500 നോട്ട്. അറിയാ, ഇത്ര നാളും നമ്മൾ ജവാനാണ് മേടിച്ചടിച്ചോണ്ടിരുന്നത്. ഇനി നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നല്ല പൈസ കിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഇഞ്ഞിത്താ. അപ്പോ സർക്കാരിനെ സഹായിക്കേണ്ട ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ കയ്യിലോട്ട് തരണം, ഞാൻ സർക്കാരിനെ ഏൽപ്പിച്ചോളാം. അത് വേണ്ട, ഞങ്ങൾ നേരിട്ട് സർക്കാരിനെ ഏൽപ്പിച്ചോളാം. അതെങ്ങനെ? നേരെ അടുത്തുള്ള ബിവറേജിൽ പോകുന്നു, ഇത് അവിടെ കൊണ്ട് കൊടുക്കുന്നു, അവിടുത്തെ സാധനം മേടിക്കുന്നു, ബില്ല് മേടിക്കുന്നു. അപ്പൊ നേരിട്ട് സർക്കാരിലോട്ട് എത്തിയില്ലേ? അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഏത് ഇവിടെ താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു ഗോഡോ കത്തി എന്ന് പറഞ്ഞാൽ അത് കത്തി, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അടുത്ത ഒരു ഓണവോ ക്രിസ്മസോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വന്നാ ഇതിന്റെ 8 മടങ്ങ് സാധനം ഉണ്ടാക്കാനുള്ള പൈസ ഞങ്ങൾ കുടിയന്മാർ കൊടുക്കും. അതാണ് ഞങ്ങൾ. ഒരു ദുഃഖത്തിൽ ഇത്രയധികം ഹ്യൂമർ. മനുഷ്യന്റെ ഒക്കെ ഓരോ കൗണ്ടേഴ്സിന്, അതായത് പഞ്ച് ഡയലോഗിന് അവിടെ നിന്ന് ആ ചേട്ടന്മാരൊക്കെ ഫുൾ കയ്യടി വിസിലടി ഒക്കെ ആയിരുന്നു. എന്തായാലും ആ പഞ്ച്, അതേ പഞ്ച് രൂപത്തിൽ നമ്മുടെ ജഡ്ജസിന് ഏറ്റവും എന്ന് നമുക്കറിയാം. തിരിച്ചേട്ടാ പറയൂ. കുമ്പാരി ഇത്രയും വലിയ കുടിയനാന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു കുടിയൻ ആദ്യമായിട്ടാണ് കുമ്പാരി കളിക്കണമെന്ന് തോന്നുന്നത്, അല്ലേ? പക്ഷെ അസാധ്യമായിരുന്നു. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൗഡറായിട്ടുള്ള കളിയാണ് അത്. അത്രയും നേരം ബ്രീത്ത് പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ദീപ് ഇതിനു മുമ്പ് കള്ളൂടിയും കളിച്ചിട്ടുണ്ട് ഒരുപാട്. കുമ്പാരിയുടെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കുടിയൻ കാണുന്നത്. ബെഡ്ഷീറ്റ് കൊടുത്തു വന്ന ആ കുടിയൻ അസാധ്യമുണ്ട്. ദീപു അതുപോലെ തന്നെ ആ റേഞ്ചിൽ തന്നെ, അതായത് ബീവറേജിന്റെ റേഞ്ചിൽ നിന്ന് കളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ ശ്രീജു, ശരിക്കും ഇത് കത്തിയാൽ എന്തായിരിക്കുമല്ലോ അവസ്ഥ? ഇത് 3 പേരൊന്നും ആയിരിക്കുമല്ലോ ഷാജു, അല്ലേ? കേരളം മൊത്തം കത്തും. ആ ഒരു ഭാവന കൊള്ളാട്ടെ. എന്തായാലും നല്ല ഒരു തോട്ടായിരുന്നു. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മള്. എന്തായാലും ഇങ്ങനെ ഒരു കത്ത് പിടിക്കൽ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, 3 ജഡ്ജസ് അവിടെ ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ടിനിച്ചേട്ടന്റെ അടുത്ത് പോയിട്ട് മനുച്ചേട്ടനല്ല കൗണ്ടർ അടിച്ചത്? അത് ഞാനിത് ഉപയോഗിക്കാത്തോണ്ട്. മറ്റേ രണ്ടുപേരും പറഞ്ഞ അത്ര ഏക്കൂല. ടിനി പണ്ടേ ലഹരി വിരുദ്ധനാണ്. പണ്ടേ അതെ, നമുക്കറിയാവുന്ന. പക്ഷെ നല്ല തോട്ടുമായിരുന്നു. നന്നായിട്ട് ഒരു ലാഗും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. കണ്ടന്റിന് നമ്മളൊരു നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. കാര്യം അടുത്തിടെ നടന്നൊരു സംഭവം നിങ്ങൾ അത് അന്നേരം തന്നെ വിഷയമാക്കി എടുത്തു. അത് കാണാൻ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ ഈ സംഭവം നടന്നപ്പോൾ ഒത്തിരി പേര് അവിടെ പോയി കരഞ്ഞെന്നാണ് അറിഞ്ഞത്. ശരിക്കും കരഞ്ഞു ഒരുപാട് പേര്. ഈ മദ്യം സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നമുക്ക് ചിന്തിക്കാമല്ലോ. ശരിക്കും അങ്ങനെയാണ്. മദ്യം കഴിക്കുന്നവർക്ക് കിട്ടാണ്ടിരുന്ന ഭയങ്കര വിഷമമായിരിക്കും. അനുഭവസ്ഥര് പറഞ്ഞു കൊടുക്കും, അവർ മനസ്സിലാക്കട്ടെ. അല്ല, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എവിടെ ഇരിക്കുന്നത്? അല്ല, നിങ്ങൾ ക്ലാസ് എടുക്കാറുണ്ടെന്ന് പറഞ്ഞത്? അല്ല, മദ്യം സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദിവസം കിട്ടാതെ വരുമ്പോൾ വിഷയമാണത്. ഇല്ലേ? ആയിരിക്കാമെന്നല്ല. അതെന്താ അങ്ങോട്ട് അടുക്കാത്തത്? അങ്ങനെ കിട്ടാതിരിക്കുമ്പോ വിഷമം തോന്നാറില്ലല്ലോ. അല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇവിടെ സാധനം നിരോധിച്ചപ്പം ഇവിടെ നിന്ന് ട്രെയിൻ കയറി മാഹിയിൽ ചെന്ന്, മാഹിയിൽ അന്നേരം കിട്ടുമായിരുന്നു. അവിടെ പോയി സാധനം വാങ്ങിച്ച് അവിടെ അടിച്ച് അവിടുത്തെ പീഡിയത്തിനെ കിടന്നു. മനസ്സിലായില്ലേ? ഞാൻ ഒന്നും പറയാനില്ല. അപ്പൊ മനസ്സിലായില്ല. ഇനി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ട. അല്ല, അതിനൊക്കെ ഇവിടെ വാർത്താ മാധ്യമങ്ങളുണ്ടല്ലോ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാനായിട്ട്. അതൊക്കെ ഇടയ്ക്ക് കാണാനല്ല, ഇട്ട് ചുമ്മാ ചുറഞ്ഞാൽ പോരാ. അപ്പൊ അതിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കണ്ടന്റ് ആയിരുന്നു. നിങ്ങൾ 3 പേരും നല്ല തിക്കായിട്ട്, അതായത് ആ പുറകിൽ കത്തുന്ന തീയുടെ ആളിച്ച പോലെ തന്നെയായിരുന്നു നിങ്ങളുടെ ഉള്ളിലെ ആളിച്ചയും. ഇതിനു വേണ്ടിയിട്ടുള്ള ആളിച്ചയും അതേപോലെയായിരുന്നു. ഗംഭീരമായിരുന്നു 3 പേരും കേട്ടോ. എന്തായാലും ചിരിക്കാനുണ്ടായിരുന്നു. നമുക്ക് ബോറിംഗ് ഇല്ലായിരുന്നു. നല്ല രസമായിട്ടിരുന്ന് കണ്ടോണ്ടിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആനുകാലിക വിഷയം അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് വിജയിപ്പിച്ച ഒരു സ്ക്രിപ്റ്റാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് 3 പേരും. ശരിക്കും ഇപ്പോൾ അവിടെ തീ കത്തുന്നൊരു ഫീലും നിങ്ങളുടെ പെർഫോമൻസും കൂടി ഭയങ്കര സിങ്കായിരുന്നു. ബാക്കിൽ ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അടുത്ത ഞാൻ ഈ ന്യൂസിൽ കണ്ടത് ഈ പറയുന്ന വിഷയം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്കിറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസമല്ലേ ഓരോ സംഭവങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും 3 പേരും അടിച്ച് പൊളിച്ചു. ഗംഭീര സ്കിറ്റായിരുന്നു. അടിപൊളി. ജഡ്ജസ്, എന്തായാലും ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ഇവിടെ കനിയുമോ എന്ന് നമുക്കറിയാം. നമുക്ക് നേരെ മാർക്സ് ചോദിക്കാം. ഷാചേട്ടൻ തന്നെ തുടങ്ങിക്കോ. ഒരു 20,000 കൊടുത്താലോ? റെഡി, ഒരു 20,000. നമുക്ക് നസീറിനോടും കൂടെ ചോദിക്കാം. അല്ല, മാറ്റർ മദ്യമായതുകൊണ്ട് ഞാൻ അത്രയും പ്രോത്സാഹിപ്പിക്കുകയല്ല പൈസ കൊടുത്ത്. ഞാൻ ഒരു 5,000 രൂപ കുറച്ച് 15,000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ.
അപ്പൊ 20,000 15,000 35 ഞാൻ ഒരു കേസ് മേടിക്കാനുള്ള ബ്രാൻഡ് ഏതാന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഓക്കെ, 60,000. അപ്പൊ ഇലങ്കത്തിൽ ഭഗവതി തുണച്ചു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള സ്കിറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ആരും പ്രതീക്ഷ ഒട്ടും കൈവിടണ്ട. കാരണം നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് അടുത്തതായി ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവരെ വിളിക്കട്ടെ? വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് വെൽക്കം ആര്യ, ആരാധ്യ ആൻഡ് അനിരുദ്ധ്. എന്റെ ദൈവമേ, പല സ്ഥലത്ത് പല പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു എണ്ണം കെട്ട പട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യനങ്ങ് കടിച്ച് കീറുമല്ലേ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ പിടിക്കണം എന്റെ ദൈവമേ. ഹലോ ഹലോ, വാറുണ്ണിയല്ലേ? ആ വാറുണ്ണിയാ, ഞാൻ പഞ്ചായത്ത് മെമ്പറാണേ. ആ എന്താ വിളിച്ചത്? നമ്മുടെ പഞ്ചായത്തിന്നേ കഴിഞ്ഞ ആഴ്ച ഒരു 75 പട്ടിയെ പിടിച്ചില്ലായിരുന്നോ? ആ അതിന്റെ ഒരു 50,000 രൂപ റെഡി ആയിട്ടുണ്ട്. വല്ല പാരിതോഷികോ അവാർഡോ ആയിരിക്കും. ആ അപ്പൊ ഞാൻ എവിടെയാ വരേണ്ടത്? കോടതി വന്നാ മതി. കോടതിയിലോ? ഓ. അതിന് ഞാൻ പഞ്ചായത്തിലെ പട്ടിയല്ലേ പിടിച്ചത്, പിന്നെ എന്തിനാ ഞാൻ കോടതിയിൽ വരുന്നത്? പിടിച്ച 75 പട്ടിയിൽ 2 പോലീസ് ഒട്ടിയായിരുന്നു. ആ അതെന്നെ വിടുക്ക്. അവര് വാറുണ്ണി എവിടെ ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയും? പാറുണ്ണി ചത്തുന്നങ്ങ് പറഞ്ഞേക്ക്. പാവപ്പെട്ടവൻ മൊട്ടയടിച്ച് അന്ന് കല്ല് മഴ. ഹായ് ഹായ് ഹായ്. ഹലോ. ഷിപ്പേഡ് 2 ഉണ്ട് എനിക്ക്. അയ്യോ ഷിപ്പ് യാർഡല്ല, ഷിപ്പേഡ്, ജർമ്മൻ ഷിപ്പേഡ്. തൽക്കാലം ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പഗ്ഗുണ്ട്, മുഖവും മൂലം ഒരുപോലെ ഇരിക്കുന്ന പട്ടി. അത് തന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ലെന്നേ. പിന്നെ എനിക്കൊരു പിഗ്ബിളുണ്ട്. അവൻ ഞങ്ങൾ അടുപ്പിക്കാറേ ഇല്ല. അവൻ അടുപ്പിക്കാനായിട്ട് ഞാനൊരു ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാട്ടോ. അപ്പൊ ബൈ. താനെന്താ ഇവിടെ ചെയ്യുന്നേ? നഖം പെട്ടുന്നേ? അല്ല, എന്തിനാ താനിവിടെ വന്നേ? ചിട്ടി പിടിക്കാൻ. ചിട്ടി പിടിക്കാനോ? അപ്പൊ പട്ടി പിടിക്കാൻ. എന്നിട്ട് പട്ടിയെ പിടിച്ചോ? അത് അയ്യോ അയ്യോ, എന്താ കൈ കുരുങ്ങി പോയെന്ന് സഹായിക്ക്. ഇതെന്താണോ, കണ്ടൽക്കാടിന്റെ ഉള്ളിലാണോ താൻ കയറി കൈയിട്ടത്? മാഡത്തിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാഡത്തിന് ഈ പാളയംകോടൻ പട്ടിയെ വാങ്ങി വളർത്തിക്കൂടായിരുന്നോ? പാളയംകോടൻ പട്ടിയോ? അതേത് പട്ടി? അല്ല, ഈ ശരീരമൊക്കെ ഇങ്ങനെ ഒട്ടി വലിയ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പട്ടിയില്ലേ? എടോ, അത് പാളയംകോടൻ പട്ടിയല്ല, രാജപാളയം പട്ടി. തനിക്കൊരു റോഡ് വീലർ കിട്ടിയാ താൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതെന്താ? 2 വീലർ പോലെ ഓടിക്കാൻ അറിയാത്ത എനിക്ക് എന്തിനാ റോഡ് വീലർ? തനിക്കറിയോ, ഞാനേ കഴിഞ്ഞ മാസം 40,000 രൂപ കൊടുത്തൊരു പട്ടിയെ ചികിത്സിച്ച്. പക്ഷേ ആ പട്ടി ചത്തുപോയി. ലാഭമായിരുന്നു. അത് കൊള്ളാം. 40,000 രൂപ കയ്യിൽ നിന്ന് പോയാൽ ലാഭം എങ്ങനെ ആവുക? നഷ്ടമല്ലേ? അയ്യോ, ലാഭമായിരുന്നു എന്നല്ല, ആ പട്ടിയുടെ പേരാ ലാബ്. ഓ, പിന്നെ താൻ ഇനി ഒന്നും ചെയ്യണ്ട. ഞാനേ വേറൊരാളെ വിളിച്ചിട്ടുണ്ട് ഈ പട്ടിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ആരെ? ഏതൊരു പട്ടിയെയും തന്റെ വരുതിയിലാക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ, പട്ടികളുടെ പേടി സ്വപ്നം, ലേശം ടോക്ക്. ലേശം ടോക്കോ? അതെ, ലേശം ടോക്കും കൂടുതൽ വർക്കും. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ വൈക്കം എന്നൊരു സ്ഥലത്താണ് ഗൈസ്. ഒരു പിഗ് ബുള്ളിനെ അയച്ചടക്കാനാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആ ചലഞ്ചിൽ 10,000 രൂപയുടെ ചലഞ്ചാണ്. നമുക്കൊരു മാഡമാണ് ഗൈസ് ഈ ചലഞ്ച് തന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും അതിനെ അയച്ചിറക്കിയിട്ടേ പോകത്തുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. ഹലോ മാഡം, ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ നിങ്ങളെ ബിഗ് ഫാൻ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ മീശയാണ് ഇഷ്ടം. എങ്ങനെയാ വന്നത്? ഞാൻ ഒരു ഓട്ടോ പിടിച്ച് എന്റെ മൂക്കിന്റെ താഴെ വന്നങ്ങ് നിന്ന്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. എന്റെ പൊന്ന് പെണ്ണുള്ള മീശ എങ്ങനെയാ വരുന്നത് ഇതിനറിയത്തില്ലേ? എനിക്ക് എങ്ങനെയാ ധൈര്യം കിട്ടുന്നേ? എന്തിനാ കൗണ്ടർ അടിക്കാനാ? കൗണ്ടർ അടിക്കാനല്ല, ഈ പട്ടിയെ പിടിക്കാൻ. മീനാക്ഷി ചേച്ചിയാണ് എന്റെ ഹീറോയിൻ. ഏത് മീനാക്ഷി? നമ്മൾ ഐറ്റം വേറെ ആങ്കർ. ഓ, പുള്ളിക്കാരി പട്ടിയെ പിടിക്കുവോ? പുള്ളിക്കാരി പട്ടിയെ പിടിക്കത്തില്ല. പുള്ളിക്കാരി ഒരു 10 റീൽസ് വീഡിയോ കണ്ടാ മതി. അതെങ്ങനെയാ ധൈര്യം കിട്ടുക? പുള്ളിക്കാരിയുടെ 10 റീൽസ് വീഡിയോ കാണുന്ന ധൈര്യം വേണ്ട ഒരു പട്ടിയെ പിടിക്കാൻ, അറിയാവോ? ആ പിന്നല്ലേ. തനിക്കെതിരെ
മുമ്പ് മുൻ പരിചയമുണ്ട് ഈ പട്ടി പിടിക്കുന്നതില്? പരിചയം ഉണ്ടോന്നോ? ഞാൻ പട്ടി പിടുത്തക്കാരനാണെങ്കിലേ എന്റെ അച്ഛൻ അതുക്കും മേലെയാ പുലി പിടുത്തക്കാരനാ. ഗുജറാത്തിലെ ഗീർവനം അറിയാമോ? ഗുജറാത്തിലെ കേട്ടിട്ടില്ല, ഇപ്പൊ കേരളത്തില് ഞാൻ കേട്ടോണ്ടിരിക്കുവാ. എന്തോന്ന്? നിന്റെ ഗീർവാണം. ഗീർവാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഗുജറാത്തിലെ ഗീർവനം അറിയാവോ? അതൊരു വലിയ കാടാണ്. ആയിരക്കണക്കിന് പുലികളുണ്ട്. ഒരു ദിവസം എന്റെ അച്ഛൻ ആ കാട്ടിൽ പുലി പിടിക്കാൻ പോയി. ഉച്ചയൊക്കെ ആയപ്പോ അച്ഛന് വിശന്ന്. അച്ഛൻ കുറെ കാട്ടുകിഴങ്ങെടുത്ത് അവിച്ചങ്ങ് കടിച്ച്. എന്നിട്ടൊരു വലിയ മരത്തിന്റെ ചോട്ടില് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന്. പുറകീന്ന് കിറന്നൊരു ശബ്ദം. ഓ, കാട്ടിറങ്ങിന്റെ ഒരു പവറേ. അതിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഒരു പുലി വന്ന് നിൽക്കുന്നു. രാവണപ്രഭുവിലെ അച്ഛൻ മോഹൻലാല് നിൽക്കുന്ന പോലൊരു പുലി. എന്റെ അച്ഛൻ വിടുവോ? എന്റെ അച്ഛൻ പട്ടിയുടെ മുന്നിൽ ചെന്ന് അങ്ങ് നിന്ന്. പട്ടി ഇങ്ങനെ വാ തുറന്ന് അച്ഛനടുത്ത് വന്നു. അച്ഛൻ വിടുവോ? അച്ഛൻ പട്ടിയുടെ വായ്ക്കകത്ത് കൈയിട്ട് 2 കറക്ക് കറക്കി. ഈ പട്ടിയുടെ വാലി പിടിച്ച ഒരൊറ്റ വലി. പട്ടിയാകമ്പുറം തിരിഞ്ഞുപോയി. എന്നിട്ട് അച്ഛൻ 2 റൗണ്ട് വെടി മുകളിലോട്ട് വെച്ച്. ഇല്ല, 3 റൗണ്ട്. 2 റൗണ്ട്. 3 റൗണ്ട്. 2 റൗണ്ടെന്ന്. 3 റൗണ്ടെന്നേ. 2 റൗണ്ട് എന്റെ അച്ഛൻ വെച്ച വെടി ഞാൻ തനിക്ക് അങ്ങനെ അറിയാം. നീയും നിന്റെ അച്ഛനും കൂടി ഇപ്പൊ പറഞ്ഞതെല്ലാം ചേർത്ത് 3 റൗണ്ട് വെടി. മിണ്ടാതിരുന്നോളാം. കൈസർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ എപ്പോഴേ ഓടിച്ചു വിട്ടേനെ. മാഡത്തിന് വേറെയും പട്ടി ഉണ്ടല്ലേ? അയ്യോ, അത് പട്ടിയല്ല, എന്റെ ഹസ്ബൻഡിന്റെ പേരാ കൈസർ. അല്ല, നിങ്ങളിപ്പോ ഇത്രയും നേരം ഇവിടെ നിന്നില്ലേ? ഞാൻ ചോദിക്കാൻ മറന്നുപോയി, രാവിലെ വല്ലതും കഴിച്ചായിരുന്നു? എവിടെന്ന്? തോക്കിൽ ഉണ്ടെങ്കിലും ഞാനത് പെറുക്കിയെങ്കിലും തിന്നേനെ. പൊന്നുണ്ടാതിരിക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? പൊറാട്ടയും ബീഫും ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമാണെന്നു. തനിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാ. എന്നാ അകത്തോട്ടിരിക്കാം. പൊറാട്ടയും ബീഫും കഴിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പൊ TV നടക്കുന്നുണ്ടേ. ഞാനതൊന്ന് പോയി കണ്ടുവരാം. നിങ്ങളും കൂടെ കൂട്, നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ല, ഞാൻ വരുന്നില്ല. മാഡം ഒറ്റയ്ക്ക് പോയാൽ. എന്നാ ഞാൻ പോയി കണ്ടുവരാം. എച്ചിത്തള്ള തന്നെട്ടാ, എച്ചിത്തള്ള. ഒറ്റത്തീറ്റാന്ന് തോന്നുന്നു. കൂട്ടത്തിൽ കൂടത്തില്ല ഇവര്. പട്ടിയുടെ അടുത്തോട്ട് പോട്ടു. അല്ല ചങ്ങായി, നിങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങൾ ആടെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാ പട്ടിനെ തൊടറ്, പിടിക്കറ്, മിണ്ടറേ. ഓ എടോ, താൻ ഇതെന്തൊരു നെഗറ്റീവ് ആണോ? എടോ, തനിക്കറിയാവോ ഇതെന്റെ കാലവാ. ഞാനാ ഇപ്പൊ ട്രെൻഡ്. യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില് എല്ലായിടത്തും എന്റെ വീഡിയോ വൈറലാണോ. എടോ, തന്നെ കാട്ട് ഒരുപാട് ഓണവേ കൂടുതൽ ഉള്ളിട്ടുള്ളതാ ഞാൻ. അതിനെക്കാറ്റ് ഓണം ഞാൻ ഉണ്ടിട്ടുണ്ട്. അതെങ്ങനാടാ? ഓരോ ഓണത്തിനും ഞാൻ കേറി ഇറങ്ങി തിന്നുമായിരുന്നു. തനിക്കറിയാവോ? അതില്ല. ഈ പാട് കണ്ടാക്കാൻ ഇതെന്തുവാന്നറിയാമോ? എന്റെ അമ്മ എന്നെ ശർക്കര വരട്ടിക്ക് എറിഞ്ഞിട്ടാ. ഇപ്പൊ ഒരാള് ചായയും കൊണ്ട് വരേണ്ട സമയമല്ലേ? കറക്റ്റ്. എന്തായാലും നമുക്ക് പട്ടിയെ പിടിക്കാം. മാഡം, ഞാൻ പട്ടിയെ പിടിക്കാൻ പോവാണ് കേട്ടോ. അതായത് വെച്ചോ, നമുക്ക് പട്ടിയുടെ ഒരു വീഡിയോ എടുത്തരണം. ഞാൻ പട്ടിയെ പിടിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നതേ, നിങ്ങളാ പട്ടിനെ പിടിക്കറ്, തൊടറ്, അടുത്ത് പോറ്, മിണ്ടറേ. മാണ്ടാത്ത പണിക്ക് നിങ്ങൾ നിക്കണ്ടേ. മിണ്ടായിരിക്കണോ? താൻ ബാറുണ്ണിയല്ല, നെഗുണ്ണിയാ. നെഗുണ്ണി ലോക നെഗറ്റീവ്. പട്ടിയെ കടിക്കല്ലേ പട്ടി. പട്ടി എല്ലാവരും പറയുമല്ലോ നിന്റെ വാൽ എപ്പോഴും വളർന്നിരിക്കത്തുള്ളൂന്ന്. അല്ലല്ലോ. അയ്യോ, എന്നെ പട്ടി കടിച്ചേ. അയ്യോ, ഈ പട്ടി എന്നെ കടിച്ചേ. ഈ പട്ടിയുടെ ഒരു കാര്യം, എന്റെ പൊന്നു പട്ടി ഇനി ഒന്നാണ്. കണ്ടാ പട്ടി ഇണങ്ങിയത്? കണ്ടാ മാഡം? ആണ്ടേ, പട്ടി എന്റെ അടുത്ത് ഇണങ്ങിയേക്കണത് കണ്ടാ? ചെറിയൊരു കടി കിട്ടി, അത് കുഴപ്പമില്ല. എന്തായാലും ഇവനെ നമുക്ക് നമ്മളെ കൂട്ടിനകത്തോട്ട് കയറ്റാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു ഗൈസ്. നമ്മളെ ചെറുതായിട്ട് പട്ടി ഒന്ന് കടിച്ചിട്ടുണ്ട് ഗൈസ്, അത് കുഴപ്പമില്ല. പട്ടി എന്തായാലും ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്. മാഡം, പിന്നെ നമ്മുടെ ചലഞ്ചിന്റെ പൈസ ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ, എനിക്ക് ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഗൂഗിൾ പേ ഇല്ല? ഇല്ല, എനിക്ക് പേ ഇല്ല. ആ പട്ടിക്ക് വരെ വേണ്ട, എന്നിട്ട് തനിക്ക് പേ ഇല്ലേ? ആ പട്ടിക്ക് വേണ്ട, എന്നിട്ട് തനിക്ക് ഗൂഗിൾ പേ ഇല്ലേന്ന്. പട്ടിക്ക് പേയോ? എടോ, തനിക്ക് പറഞ്ഞോടായിരുന്നോടോ ആ പട്ടിക്ക് പേ ഉണ്ടെന്ന്? താൻ മനുഷ്യൻ പറ്റുള്ളവനാണോ? എടോ, തന്നോട് ഞാൻ പറഞ്ഞല്ലേ ചങ്ങായി, നിങ്ങൾ ആ പട്ടീന്റെ അടുക്ക പോവറ്, മിണ്ടറ്, തൊടറിന്ന്. അന്നേരം നിങ്ങളെന്ന് പറഞ്ഞ നെഗുണ്ണി. എന്റെ ദൈവമേ, ഇനിയിപ്പൊ ഞാൻ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരുമല്ല. എന്തോന്നായാലും എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വേനലവധി കാലമാണ്. പേ ഒക്കെ ഒരുപാട് പട്ടികൾക്കുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു വരുവാണ്. അപ്പോൾ ഒറ്റപ്പെട്ട വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുക. ഇപ്പം എന്തായാലും ഞാൻ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും കേട്ടോ. അല്ല, തനിക്ക് ഈ ചലഞ്ചിന്റെ പൈസ ഉണ്ടേ? അത് നിങ്ങൾ ജില്ലാ ആശുപത്രി കൊണ്ടുവന്ന് തന്നാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. ഇന്ന് ജഡ്ജ്മെന്റ്സ് മാർക്കും ഒക്കെ കഴിഞ്ഞ് എന്റെ ഒരു 11 റീല് നിന്നെ കാണിച്ചിട്ട് ഞാൻ ഇവനെ ഇനി വീട്ടിൽ വിടുന്നുള്ളൂ. തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും നേരെ ജഡ്ജ്മെന്റ്സിലേക്ക് പോവാം.
ടിനു ചേട്ടാ, ശരിക്കും ആനുകാലിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ് നിങ്ങളെടുത്ത് അവതരിപ്പിച്ചത്. ഒന്ന് ആ വ്ളോഗർ അല്ലേ, വ്ളോഗർ ഭയങ്കര വൈറലാണ്. പിന്നെ ഇപ്പോൾ തെരുവുനായനെ കൊണ്ട് ഒരുപാട് പേർക്ക് അപകടങ്ങൾ, പക്ഷെ അതിനുള്ളൊരു ഇൻഫോർമേഷൻ നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ പ്ലസ് ഇൻഫോർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഒരു ലേശം കൂടി നിങ്ങൾ അസാധ്യ പെർഫോമൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളെ ഗ്രൂം ചെയ്യുന്നവർ കുറച്ചും കൂടി കോമഡി ഇട്ട് തന്നിരുന്നെങ്കിൽ നിങ്ങൾ പൊട്ടിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അതിനുള്ള തോക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. 3 പേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. ആരാധ്യ, അനിരുദ്ധ് 3 ട്രിപ്പിൾ ഐസ് ആണ്. ട്രിപ്പിൾ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം അല്ലേ? 3 ആസെറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, തകർത്ത്. അതാണ് നല്ലൊരു വിഷയമാണ് എടുത്ത് എഴുതാൻ. കാര്യം ഇപ്പോഴത്തെ ആവശ്യമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ എൻഡിൽ വന്ന മെസ്സേജും ഒക്കെ ഉള്ളതാണ്. ഈ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു വിഷയം തന്നെ ഇപ്പം നമ്മുടെ ഫ്ലോറിൽ എടുത്തിട്ടു. പക്ഷേ മാറ്ററുകളെല്ലാം നമ്മൾ കേൾക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. പക്ഷേ തമാശയുടെ ഏരിയകൾ അതിൻ്റെ ഉള്ളിലേക്ക് വലുതായിട്ട് വന്നില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ സ്കിറ്റിലുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല, നിങ്ങളുള്ളത് വൃത്തിയായിട്ട് ചെയ്തു. അടുത്ത പ്രാവശ്യം ഇതൊന്നും പോരാ, ചിരിപ്പിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ വിഷയം? നല്ല വിഷയമാണ് പറഞ്ഞ്. ഹ്യൂമർ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ മോള് ഇടയ്ക്ക് എവിടേക്കോ ഒന്ന് മറന്നുപോയി അല്ലേ? ആരാധ്യം മോളുണ്ട്, ഇടയ്ക്ക് എൻട്രി എന്തോ കുറച്ച് മറന്നു പോലെ തോന്നി. ഒന്നും കുഴപ്പമില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൗതുകമാണ് ഈ ഒരു സ്കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കത് ക്യൂട്ടാണ്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. കറക്ഷൻസോടൊക്കെ ചേർന്നിട്ടുള്ള നല്ല കമന്റ്സ് ആണ് അവർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം നല്ല മാർക്സ് ആണോ കിട്ടുക എന്നുള്ളത്. നമുക്ക് ഷാജേട്ടൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു 7000 പട്ടിയുടെ ഒരു വിഷയത്തിന് കൊടുക്കുക. 7000. നസീർക്ക? ഞാനൊരു 4000 രൂപ. 4000. ഓക്കെ, 7000, 4000, 11. ഓക്കെ, 11,000 ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കറിയാം ടിനിച്ചേട്ടൻ കാര്യമായിട്ട് കിടക്കുന്നുണ്ട്. ടിനിച്ചേട്ടാ, അല്ല, കുട്ടികൾക്ക് അധികം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് വഴിതെറ്റി പോകുന്ന പറഞ്ഞത്. ഒരു ലിമിറ്റ് വെച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പോവോടാ എന്നാ പറയുന്നത്. 20,000. ഓക്കെ, താങ്ക് യുടാ, താങ്ക് യു. ഒരുപാടധികം വൈറൽ സ്കിറ്റുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദീപു ചേട്ടൻ, ശംഭു ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. മേഡം, 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 അതെ, ഞാൻ കരിക്കിനകത്തല്ല, ഞാൻ ഇവിടെ നിൽക്കുക. ഓക്കെ ഓക്കെ, ഗിരി ഇവിടെ വന്നായിരുന്നു. അതെ. ഗിരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? എല്ലാം ഓക്കെയാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നും ഒരു പയ്യനെ ഇവിടുന്ന് നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടുന്ന് ഒരു പയ്യനെ ദത്തെടുത്ത് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു? പയ്യൻ എങ്ങനെയുണ്ട്? ഓ, പയ്യൻ അടിപൊളി പയ്യനാ. ചെറുക്കന്റെ വീട് എങ്ങനെയുണ്ട്? ചെറുക്കന്റെ വീട് പോരാ, കൊച്ചു വീടാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ വേണം. സ്വന്തക്കാരൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, കച്ചടകൾ. അങ്ങനെ വേണം. വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്? തീരെ ഇല്ല. പയ്യനെ കാണാൻ എങ്ങനെയുണ്ട്? പയ്യനെ കാണാൻ എന്നെ പോലെ തന്നെ. അപ്പൊ അതും കൊള്ളത്തില്ല. അയ്യോ, പിന്നെ അല്ല മേഡം, പയ്യനെ വിളിക്കട്ടോ? പയ്യനെ വിളി. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ അങ്ങോട്ട് പോയി. നീ ഒരിക്കലും അടിപൊളി സെറ്റപ്പ്, ജീവിതം സെറ്റപ്പ്. എങ്ങനെയെങ്കിലും അമേരിക്ക പോയി സെറ്റപ്പ് ആക്കാം. ഇതാണ് പയ്യൻ. ഇതാണ് ടൈമിന്റെ കാര്യത്തിൽ ഞാൻ പഞ്ച്വാലിറ്റിയാണ്. ഇത്രയും തരം തരും എവിടെയായിരുന്നു? സമയം എന്ന് പറഞ്ഞാൽ ഈ വാച്ച് വില കൂടിയ വാച്ചാണ്, ബ്രാൻഡഡ് വാച്ചാണ്, വാങ്ങിച്ചേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഈ പറയണത്. മേഡം, യെസ്, ടൈം ഈസ് കെണ്ട സൂചി 3-ലും ചെറിയ സൂചി 4-ലും പിന്നെ മറ്റേ സൂചി ഓടിക്കൊണ്ടിരിക്കുകയാണ് മേഡം. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയം അറിയാൻ വയ്യ. കുറെ സ്ഥലങ്ങളിൽ അമേരിക്കയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന താനാണോ ഇങ്ങനെ പറയുന്നത്? കെണ്ട സൂചി എവിടെയെന്ന്? കെണ്ട സൂചി 3-ൽ. കെണ്ട സൂചി 3-ലാണോ 9-ലാണ് എനിക്കുന്നത്? അങ്ങനെ കറക്റ്റ് പറയുന്നത് വന്നിരിക്കുന്നു. എന്ന് ഞാനൊരു പയ്യനെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓഡിഷനിലൂടെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. കുട്ടിക്കാലത്തെ ഉള്ള ശീലം വേണോ? ഓഡിഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല, ഉപകരണങ്ങളായാലും ഓഡിഷനിലൂടെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. പക്ഷെ എന്റെ അപ്പൂപ്പന്റെ കാര്യത്തിൽ മാത്രം ഓഡിഷൻ തെറ്റിപ്പോയി. അപ്പൂപ്പൻ ഐസിയിൽ കിടക്കുകയായിരുന്നു മരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്തപോലെ ഓക്സിജന്റെ മെഷീനുകൾ വെച്ചിരിക്കുന്നു. ഇത് ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കി വീണ്ടും വെക്കും, എടുത്തു നോക്കി വീണ്ടും വെക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന്റെ ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എന്റെ ഓഡിഷൻ തെറ്റിയിട്ടുള്ളൂ. പിന്നെ ചെക്കന്റെ പേരെന്താണ്? ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പല രീതിയിലുണ്ട്. ചിക്കൻ തന്തൂരി ഉണ്ട്, അതുപോലെ ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്.
എടോ, ചെക്കന്റെ പേര് വെക്കുമ്പോ ചിക്കന്റെ പേരാണോ പറയുന്നത്? ചെക്കന്റെ കാര്യമാണെന്ന് ചോദിച്ചു. എന്റെ കാര്യമാണോ ചോദിച്ചത്? എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽഫ്രഡ്. അത് പോട്ടെ, വന്ന സ്ഥിതിക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു? ഇല്ല. സാൻഡ്വിച്ച് കഴിക്കും. അയ്യോ നമ്മള് വാവച്ചാണ് കഴിക്കണത്. അയ്യോ ഇത് എന്താ ഇത്? എടാ നിന്നെപ്പോലെ ആപ്പയൊന്നും അല്ല അവര്. നിന്നെ പോലെ എന്ന് പറയണ്ട അളിയാ, നമ്മളെ പോലെ എന്ന് പറയാം. അവര് അമേരിക്കൻ സിറ്റിസൺ ആണ്. അല്ലേ? അവിടെ സംസാരിക്കും, മര്യാദ സംസാരിക്കണം. ഒന്നുമില്ല, അവരെ സോഷ്യൽ ശാസ്ത്രമെങ്കിൽ നമ്മൾ നോക്കണ്ടേടാ. സോഷ്യൽ ശാസ്ത്രമെങ്കിൽ നമ്മൾ നോക്കട്ടെ. എത്ര വർഷമാണ് ഇവര് കൂടെ? 6 വർഷമായി. അമേരിക്ക കൊണ്ടുപോയാ? ഇല്ല ഇല്ല. നിന്റെ ഈ ശോഷശാസ്ത്രക്കാരാണോ കൊണ്ടുപോകാത്ത? ഒരു മിനിറ്റ് വരൂ. ഇവിടെ മൊത്തത്തിലൊരു ടൂറിസ്റ്റ് ഏരിയയാണ്. ശരിക്കും ടൂറിസം ഏരിയ ഇവിടെയല്ല, ആ പാറയുടെ സൈഡിലോട്ടാണ് ടൂറിസം ഏരിയ. രാവിലെ വെളുപ്പാൻ 6 മണിക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഉച്ചയിൽ വെയിലടിച്ചാലും അവിടെ നിന്ന് പോകില്ല. അങ്ങനത്തെ ടൂറിസം. വിദ്യാഭ്യാസം ഉണ്ടോ തനിക്ക്? വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. താനോ? ഞാനല്ല, സാറന്മാര് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. പിന്നെ ആ സ്കൂള് വിറ്റെന്നാണ് അറിഞ്ഞത് ഞാൻ. പിന്നെ സത്യം. തന്റെ അച്ഛനുണ്ടോ? മാതാപിതാക്കളൊക്കെ ഉണ്ടോ? അയ്യോ, എന്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു, ആക്സിഡന്റിൽ മരിച്ചുപോയി. പാപം. മുൻപരിചയം ഉണ്ടായിരുന്നു? പിന്നെ മരിക്കാൻ പോകുമ്പോ പിന്നെ എങ്ങനെ മുൻപരിചയം ഉണ്ടാവണം? എങ്ങനെയാണ് മരിക്കാൻ പോയാ? എടോ അതല്ല, ഡ്രൈവർ അല്ലേ, വണ്ടി ഓടിക്കാൻ മുൻപരിചയം ഉണ്ടായിരുന്നു. ഇല്ല, അതിന് പരിചയമില്ലായിരുന്നു. അല്ല മേഡം, നമ്മുടെ ഈ ചെറുക്കൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്റർവ്യൂലോട്ടൊന്ന് കിടക്കാം. അതായത് ഈ ചെറുക്കന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? നമ്മൾ ഇതിന്റെ ചെറുക്കന്റെ കണക്കണറിയണം. കണക്കണല്ല, യവന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ മേഡത്തിന്? എന്ത് ചെയ്യും? യവൻ നല്ല രീതിയിൽ പാട്ട് പാടും. പാടുമോ? പാടുമ്പോ എന്തൊരു പാട്ട് പാടും? കേക്കട്ടെ ആന്റി, കേക്കട്ടെ. പാട്ട് അടങ്ങി നിൽക്കൂലേ? കേക്കട്ടെ. പിന്നെ ഒരു പാട്ടുണ്ട്, അടിപൊളി. പാടും. വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ ഒരു സൈസ് മഞ്ഞക്കിളിയുടെ ഒരു പ്രത്യേകതരം മഞ്ഞക്കിളിയുടെ ഇന്ന് രാവിലെ കണ്ട മഞ്ഞക്കിളിയുടെ നമ്മളെ റബ്ബറിന്റെ മൂടിയിരുന്ന മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ഒരു സൈസ് മഞ്ഞക്കിളിയുടെ. ഇനി നിന്റെ മഞ്ഞക്കിളി കൂടെ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പപ്പം കൂടെ പറഞ്ഞ കരുത്തി ഓടിച്ചു മഞ്ഞക്കിളി ഉണ്ടല്ലേ? അമേരിക്ക പോണ്ടേ എനിക്ക്? മേഡം പാടുമോ? മേളത്തിൽ പാട്ടല്ലല്ലോ, മേളത്തിൽ ഇടിയും മഴയും അല്ലയോ? ഭ്രാന്താണാർക്ക ഈ ചീഞ്ഞ കോമഡിക്കൊക്കെ അടച്ചിരിക്കണം. എടാ വലിയ വലിയ ആൾക്കാർ ചീഞ്ഞ കോമഡി അടിച്ച് നമ്മൾ ചിരിച്ച് കയറ്റി കൊടുക്കണം. ഭയങ്കര കോമഡി. അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഞാനൊരു വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ സായിപ്പന്മാര് പറയും, ഒരു കോമഡി വരാ, ഒരു കോമഡി വരാ, ഒരു കോമഡി വരാ. ഒരു കോമഡി നിങ്ങൾ കൂട്ടി പറയട്ടെ. ഒന്ന് പറയാം. ഒരു മണലാരണ്യത്തിലൂടെ ഒരു പാവപ്പെട്ട പെണ്ണ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ കുറച്ച് കോമഡിയാണ്. അപ്പൊ കുറെ കൊള്ളക്കാരൻ ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ നിൽക്കും. കോമഡിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന പെണ്ണ് എങ്ങനെ രക്ഷപ്പെടും? ഇവര് കൊള്ളക്കാരന്മാര് നേരെ പെണ്ണി നേരെ വെടി ഉയർത്തും. അപ്പൊ എങ്ങനെ രക്ഷപ്പെടും? പറ. കോമഡിയാണ്, കോമഡിയാണ്. എങ്ങനെ രക്ഷപ്പെടും? അല്ല മാഡം തന്നെ പറഞ്ഞ കൊള്ളായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിക്കണോ? എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെയാണ് പറഞ്ഞോ? ആ കൊള്ളക്കാരന്മാര് പിടി വെക്കൂലേ, അത് ഇത് വരുന്ന ഉണ്ടല്ലോ ബുള്ളറ്റ്, അതിൽ കയറി ആ പെണ്ണ് അങ്ങോട്ട് രക്ഷപ്പെടും. അയ്യോ എടോ, തനിക്ക് ആഹാരം വല്ലതും വേണോ? ഫുഡ് വല്ലതും വേണോ? സീ ഫുഡ് കഴിക്കും? സീ ഫുഡ് കഴിക്കും. പിന്നെ കൊള്ളാം, കഴിക്കും. കപ്പലണ്ടിയാ ഇവിടെ സീ ഫുഡ്? അതെന്താണ്? കടല്, സീ. കപ്പലണ്ടി എന്താണ്? ഫുഡ്. അതാണ് സീ ഫുഡ്. അതുകൊണ്ട് കൂടുതൽ എന്റെ അടുത്ത് വേണ്ട. കുറെ നേരം പറ്റി വെള്ളത്തിലേക്ക് കാണിക്കുന്നു. പിന്നെ എനിക്ക് ഇയാളെ വിട്ട് തന്നെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. പൺമിസ്റ്ററിന്റെ സഹോദരൻ രാജൻ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. രാജൻ എവിടെയാണ് താമസിക്കുന്നത്? വെമ്പാല. വെമ്പാല? ഓ, പേര് രാജൻ. ഈ രാജവെമ്പാലൊക്കെ നിങ്ങളെ കുടുംബക്കാരനാണ്? അതാണോ പറഞ്ഞത്? കാരണം ഇതില്ല, അറിവുകളില്ല. ഞാൻ 2 അറിവുകൾ ചോദിക്കാം. അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? അമേരിക്ക ടാർപ്പിട്ട് മൂടി വെച്ചിരിക്കുന്നു. അതാണോ പറഞ്ഞത്? പിന്നെ പല പല രാജ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. മനസ്സിലായില്ലേ? പിന്നെ അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതായത് നമുക്കേ ഈ ചെറുക്കന്റെ കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെട്ട മേഡത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തീരുമാനങ്ങൾ? അതിനോട് ചോദിക്കും. മേഡം പിന്നെ എനിക്ക് ഏറെക്കുറെ എനിക്ക് അമേരിക്ക പോകണം, എങ്ങനെ രക്ഷപ്പെടണം, സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പോ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഇനി എനിക്ക് ആ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുക, പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ അത്രയും സന്തോഷം. നിനക്ക് കണ്ണിന് വല്ല അസുഖം ഉണ്ടാണ്? പെണ്ണല്ലടാ നിന്റെ മുമ്പ് വയ്ക്കുന്നത്. എവിടെ ഇങ്ങനെ പെണ്ണ് കണ്ടില്ലല്ലോ, ഇവിടെ ഒന്നും ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ. എടാ ഇതാണ് പെണ്ണെന്ന്. ഇതാണോ പെണ്ണ്? ഓ പിന്നെ ഇതാണ് പെണ്ണ്. ഈ ചക്കപ്പഴം തിന്നാൻ വേണ്ടിട്ടേ പ്ലാവ് മൊത്തത്തിൽ എടുത്ത് തിന്നൂല കേട്ടാ. വേണമെങ്കിൽ നിങ്ങൾ വേറെ നോക്കിയോ, എനിക്ക് പറ്റൂല. നല്ല പെണ്ണാണ് ഞാൻ. ഒരു പയ്യനെ കണ്ടുപിടിക്കുന്ന എന്തോരം ബുദ്ധിമുട്ട് വേറെ ആളെ. മിസ്റ്റർ ഗിരി കല്യാണം കഴിച്ചാണോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പൊന്നേ
എന്തോ ശംഭുവിന് തൃപ്തി ആയിട്ടില്ല. ഉറങ്ങിപ്പോയല്ലേ? ഉറക്കത്തിനാണ് ഉറങ്ങിപ്പോയത്. കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആള് മാറിപ്പോയല്ലേ? Decent ആയിപ്പോയോ? പോയോന്ന്. ഞാൻ കുറയ്ക്കുന്നില്ല, ഇതാ കണ്ടോളൂ. എനിക്ക് മദാമയുടെ ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും ശ്യാം ചേട്ടാ, ശംഭു ചേട്ടാ, ദീപ് ചേട്ടാ, നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് നമ്മുടെ ഇന്നത്തെ ടിനി ചേട്ടാ. എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ശംഭു എങ്ങനെയാണ് ഒറിജിനൽ ആയിട്ടിരിക്കുന്നതെന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം എല്ലാ സ്കിറ്റിലും സ്ത്രീ കഥാപാത്രമാണ്. പക്ഷെ ഒന്ന് മറ്റേനായിട്ട് അനുകരിച്ചിട്ടല്ല കേട്ടോ. നമുക്കത് ഇഷ്ടം വീണ്ടും വീണ്ടും കൂടുതൽ തോന്നും. അപ്പൊ ദീപും അതുപോലെ തന്നെ ശ്യാമും കൂടെ അടിപൊളിയായിട്ട് നിന്ന്. പക്ഷേ എനിക്ക് ഈ ടൂറിസം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. കുറച്ചും കൂടി സംഭവങ്ങൾ കയറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. പറഞ്ഞ കൗണ്ടറുകളൊക്കെ നന്നായിരുന്നു, പക്ഷെ ത്രെഡ് അത്ര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എന്തോ ശംഭുവിന് തൃപ്തി ആയിട്ടില്ല സ്കിറ്റ് കളിച്ചിട്ട് അല്ലേ? പക്ഷെ നിങ്ങളുടെ മുഖത്തൊരു മൂഡ് ഓഫ് കാണുന്നുണ്ട്. എനിക്ക് അതെന്താണ് അങ്ങനെ ഒരു മൂഡ് ഓഫ്? ഇല്ല, ഉറക്കത്തിന്റെ അതല്ല, റിഹേഴ്സൽ കുറവ്. ഉറങ്ങിപ്പോയല്ലേ? ഉറക്കത്തിനാണ് ഉറങ്ങിപ്പോയത്. അല്ല, ഉറക്കത്തിന്റെ ഉണ്ട്. കുറച്ചും കൂടി ഇത് ചെയ്യായിരുന്നു എന്നുള്ളു. കാരണം ഇവിടെ നടക്കുന്ന സ്കിറ്റുകൾ അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടല്ല നടക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻഗേജ് ചെയ്യിപ്പിച്ചു നമ്മള് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടിനി ചേട്ടാ. അടുത്തതായി നസീറിക്ക. നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ദീപുവിന് വിളയാടാനുള്ള ഏരിയ ഇല്ലായിരുന്നു അല്ലേ? അല്ല, കുറച്ചുകൂടെയൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ടിനി പറഞ്ഞ പോലെ ഈ കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആള് മാറിപ്പോയല്ലേ? പിന്നെ ശ്യാമിന്റെ ആ റൂട്ടിൽ തന്നെ പിടിച്ച് അങ്ങനെ നിന്നു. പിന്നെ ശംഭുവാണ് സാധനം കൊണ്ടുപോയത് കേട്ടോ. ശംഭുവിന്റെ കയ്യിലായിരുന്നു മൊത്തത്തിൽ. ആ കരിക്കുമായിട്ട് വരുന്നിടം തൊട്ട് എൻഡ് വരെ ക്ലൈമാക്സിന് ശകലം ബുദ്ധിമുട്ടി അല്ലേ? മൊത്തത്തില് നിങ്ങൾ ഒരു എന്താണ്, നിങ്ങളുടെ ബൈഹാർട്ടല്ല സംഭവം എന്ന് തോന്നി. നിങ്ങളത് മനസ്സിൽ കയറ്റിയിട്ടില്ല. അത് കളിയുടെ പല ഭാഗങ്ങളും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. സ്കിറ്റ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നിങ്ങളിൽ നിന്നും ഇതിലപ്പുറം കിട്ടിയേനെ ഇതിൻ്റെ അകത്ത്. സാരമില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാൽ ചേട്ടാ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ശംഭു പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചില റീഡ്സിലൊക്കെ കുറേ പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണിച്ച് ഇത് ചെയ്യും. നന്നായിരുന്നു, നല്ല രസമായിട്ടാണ് ശംഭു ഹാൻഡിൽ ചെയ്തത്. അതേപോലെ തന്നെ കൂടെ 2 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപു ഒരു പരിധി വരെ ഈ കോട്ടിനകത്തായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങ് ഫ്രീ ആയി കളിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നീ ഭയങ്കര എൻജോയ് ചെയ്ത് പറന്ന് കളിക്കുന്ന ഒരാളല്ലേ. എങ്കിലും 3 പേര് ബാലൻസ് ചെയ്തായിരുന്നു. എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ പറയുന്ന പോലെ കൗണ്ടറുകൾ കുറച്ച് കുറവായിരുന്നു. അതേ ഉണ്ടായിരുന്നു. താങ്ക് യു ജഡ്ജസ്. കുഴപ്പമില്ല, എവിടെയോ ഒരു മിസ്സിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംഭവം ഇഷ്ടപ്പെട്ട രീതിയിലാണുള്ളത്. നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് നസീറിക്ക. ഞാനൊരു 12,000 രൂപ കൊടുക്കുകയാണ്. അപ്പൊ നസീറിക്ക 12,000. അപ്പൊ ടിൻ ചേട്ടാ പറയൂ. ഞാൻ 2,000 കൂടി കൂട്ടിയിട്ട് 14,000. ഓക്കെ, 14,000. ഇനി ഫൈനൽ എന്താണെന്ന് അറിയാം. അത് ഷാൽ ചേട്ടന്റെ കയ്യിലാണ്. ചേട്ടാ പ്ലീസ്. ഞാൻ കുറയ്ക്കുന്നില്ല, ഇതാ കണ്ടോളൂ. 35,000 ആണ്. ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല. ഇവർ പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി അടുത്ത തവണ ഗംഭീര സ്കിറ്റുമായിട്ട് തിരിച്ചു വരാം. നിങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പുതിയ എപ്പിസോഡും പുതിയ സ്കിറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ചിരിയും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudesh signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.